ട്രംപിന്റെ അധിക തീരുവ പ്രാബല്യത്തിൽ മുഴുവൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കയിൽ 50% താരിഫ് ബാധകമാകും. ടെക്സ്റ്റൈൽ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് തിരിച്ചടിയാകും. രാജ്യ താൽപര്യം സംരക്ഷിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ട്രംപ് 4 തവണ വിളിച്ചെങ്കിലും നരേന്ദ്രമോദി ഫോൺ എടുത്തില്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അതേസമയം അധിക താരിഫിൽ വലഞ്ഞ 20-ലധികം ലോക നേതാക്കളെ ഒരുമിപ്പിക്കാനൊരുങ്ങുകയാണ് ചൈന. ഈ മാസം 31 മുതൽ ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഉച്ചകോടി നിർണായകമാകും. നരേന്ദ്രമോദിക്കും വ്ളാദിമിർ പുടിനുമൊപ്പം മധ്യ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ കാർത്തിക. മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ വന്ന് നമസ്തേ ട്രംപ് എന്നൊക്കെ പരിപാടിയൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയിലേക്ക് ബന്ധം അത്രയ്ക്ക് വഷളായ സാഹചര്യമാണോ? താരിഫിന്മേൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് അപർണ? താരിഫ് യുദ്ധം അതിൻ്റെ പാരമ്യത്തിലെത്തി എന്ന് തന്നെ പറയേണ്ട സാഹചര്യത്തിലാണ്. ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ കൂടി വരികയാണ്. പറയുമ്പോൾ 50% അധിക തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരുമ്പോൾ ഏകദേശം 63.5% തീരുവ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വരുന്നുണ്ട്. കാരണം ഏറ്റവും ചുരുങ്ങിയ താരിഫ് നേരത്തെ ഉണ്ടായിരുന്നത് 2% ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 52%ലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ശരാശരി ഉൽപ്പന്നങ്ങൾ, കാരണം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി, ഇന്ത്യയുടെ ഏറ്റവും പ്രധാന വ്യാപാരം അല്ലെങ്കിൽ വിപണികളിലൊന്ന് അമേരിക്ക തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ആ അർത്ഥത്തിലാണ് നേരത്തെ നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്നൊക്കെ ട്രംപിനെ വിശേഷിപ്പിച്ചത്. കാരണം 66%-ലധികം കയറ്റുമതി വരുന്ന രാജ്യമാണ് അമേരിക്ക. ആ രാജ്യമാണ് ഇപ്പോൾ അധിക തീരുവ വഴി ഇന്ത്യയെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വലിയ തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ അത് മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പുറത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണി ചേരുന്നത് ചൈനയും റഷ്യയും തന്നെയാണ്. ബ്രിക്സ് രാജ്യങ്ങളുമായി എങ്ങനെ ഒരു കോയിലേഷൻ സംഘടിപ്പിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള പ്രാരംഭ നടപടികൾ വരുന്ന ആഴ്ച, അതല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രധാനമായും നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ആ വിപണിയിൽ നിന്നുള്ള തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് മറ്റ് വിപണികളിലേക്ക്, പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും കയറ്റുമതി ഊർജിതമാക്കാനുള്ള നീക്കവും നരേന്ദ്രമോദിയുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് എത്രമാത്രം ഫലപ്രദമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ അധിക തീരുവ ഇനത്തിൽ അമേരിക്കയുടെ നടപടികളെ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കാൻ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞു. ആ സമയം മുതൽ മറ്റ് വിപണി കണ്ടെത്തുന്നതിനുള്ള തീവ്രമായ ശ്രമം ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ദേശീയത, നരേന്ദ്രമോദി ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യമുണ്ട്. കർഷകരുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാന വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ, അതൊന്നും മറികടന്നുകൊണ്ട് ഒരു തീരുമാനത്തിലും രാജ്യം കൂട്ടുനിൽക്കില്ല എന്ന്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിപണിയായി കാണുന്നത് ചൈനയെയും ആഫ്രിക്കൻ രാജ്യങ്ങളെയുമാണ്. ഒപ്പം ബ്രിക്സ് രാജ്യങ്ങൾ, ഇപ്പം നേരത്തെ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അധിക തീരുവയിൽ നേരത്തെ തന്നെ വലഞ്ഞ രാജ്യങ്ങളാണ്. പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതിൻ്റെ പേരിൽ വിപണിയിൽ നിയന്ത്രണം ഇന്ത്യക്ക് മാത്രം ഏർപ്പെടുത്തുമ്പോൾ ഉയരുന്നൊരു ചോദ്യം എന്തുകൊണ്ട് ചൈനയ്ക്കില്ല എന്നുള്ളതാണ്. ചൈനയെ ഒരു വലിയ ശക്തിയായി കാണുന്നത് കൊണ്ട് തന്നെ ചൈനയോട് അത്തരത്തിലൊരു നീക്കത്തിന് പെട്ടെന്ന് എടുക്കാനുള്ളൊരു തീരുമാനം ട്രംപിന്റെ ഭാഗത്ത് എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊരു ആയുധമാക്കി തന്നെയാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ ഇന്ത്യയും റഷ്യയും ശ്രമിക്കുന്നത്. എന്തായാലും ഈ വരുന്ന കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ഉച്ചകോടിയിലെ കൂടിക്കാഴ്ച, അതൊരു നിർണായക കൂടിക്കാഴ്ച തന്നെയായിരിക്കും. ഇനി അങ്ങോട്ട് ഇന്ത്യൻ വിപണി എങ്ങനെ പോകും എന്നുള്ളതിനെ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ഇനി തുടരണമോ എന്നുള്ള കാര്യത്തിൽ പോലും നിർണായക ചർച്ചകൾ വരാനുള്ള സാധ്യതകൾ കൂടി ആ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. സുജയ. ഓക്കെ, അപർണ കാർത്തികയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്. ഇരട്ട പ്രഹരം ട്രംപ് ഇങ്ങോട്ട് തരുമ്പോഴേക്കും തിരിച്ചെന്തെങ്കിലും കൊടുക്കാതിരിക്കുമോ? കൊടുക്കുമായിരിക്കും.